ശ്രീ അരുൺകുമാർ, ക്ഷേമ പെൻഷനുകളും ക്ഷേമ പരിപാടികളൊക്കെ എപ്പോഴും ഇടതുപക്ഷം ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമുകളായി പറയുന്ന ഞങ്ങൾ വ്യത്യസ്തരാണ് എന്ന് ഉദാഹരിക്കാൻ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നോക്കൂ, ക്ഷേമ പെൻഷൻ കിട്ടണം എന്ന് പറഞ്ഞിട്ട് പിച്ചെടുത്ത് സമരം ചെയ്യുന്ന വയോധികരായ ആളുകൾ. മറിയക്കുട്ടിക്ക് 86 വയസ്സാണ് പ്രായം. ഇവിടെ ചക്കിട്ടപ്പാറയിൽ നോക്കൂ, ഒരു മനുഷ്യൻ, അദ്ദേഹം സ്ട്രോക്ക് വന്ന് ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളാണ്, വയോധികനാണ്. മകൾ 47 വയസ്സുള്ള മകൾ ഭിന്നശേഷിക്കാരാണ്. ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലാത്ത മനുഷ്യൻ ഒടുവിൽ ആത്മഹത്യയാണ്. അപ്പോൾ സർക്കാർ വിശദീകരിക്കുന്നത് 2023 24,400 രൂപ ഞങ്ങൾ ആകെ പെൻഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മരണം അങ്ങനെ പെൻഷൻ മുടങ്ങിയതുകൊണ്ടാണെന്ന് പറയാൻ കഴിയില്ല, മുമ്പ് അദ്ദേഹം ആത്മഹത്യാ ശ്രമം നടത്തിയിട്ടുണ്ട് എന്നൊക്കെയാണ്. ഇവിടുത്തെ ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യാതെ പെൻഷൻ മുടങ്ങുന്നു. ആളുകൾക്ക് ഈ 1600 രൂപയെങ്കിൽ 1600 രൂപ ഏറ്റവും നീഡി ആയിട്ടുള്ള ആളുകൾക്ക് അതാത് മാസം കയ്യിൽ കിട്ടാത്തത് ഉണ്ടാക്കുന്ന വലിയ വൈഷമ്യത്തെ ഇങ്ങനെ നിസ്സാരവൽക്കരിക്കേണ്ടതുണ്ടോ? മിസ്റ്റർ അഭിലാഷ്, ഇത് ഒരു സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അല്ലല്ലോ. കാരണം ഗവൺമെന്റ് ക്ഷേമ പദ്ധതികളുടെ ഭാഗമായി നടപ്പാക്കുന്ന പെൻഷനാണ്. 1980 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് ആദ്യമായി പെൻഷൻ അനുവദിച്ചത്. അന്ന് 2,94,000 പേർക്ക് കർഷക തൊഴിലാളി പെൻഷൻ 45 രൂപ വീതമാണ് അനുവദിച്ചത്. അതിനുശേഷം കാലാകാലങ്ങളിൽ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് ആ പെൻഷൻ വർദ്ധിപ്പിച്ചത് എന്ന് നമുക്കറിയാം. UDFന്റെ കാലത്ത് നാമമാത്രമായിട്ടുള്ള വർധനമാണ് ഉണ്ടായത്. ഈ ഗവൺമെന്റ് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 600 രൂപയായിരുന്ന പെൻഷൻ നേരെ 1000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. 1100 ആക്കി, 1300 ആക്കി, 1400 ആക്കി, അങ്ങനെ 1600 വരെ എത്തി. ആ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്തു വന്നതാണ്. ഇപ്പോൾ 2-3 മാസത്തെ കുടിശ്ശികയുണ്ട്. ആ പെൻഷൻ ഓണത്തിനും ക്രിസ്തുമസിനും വിഷുവിനും എല്ലാം ഉത്സവ സീസണിലും എല്ലാം ബൾക്കായി വലിയ തുകയായി വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ കോവിഡിന്റെ പ്രതിസന്ധി കാലഘട്ടങ്ങളിലെല്ലാം പെൻഷൻ നമ്മൾ ഇപ്പോൾ അടുത്ത കാലത്ത് മറ്റൊക്കെ കുടിശ്ശിക കൊടുത്തതാണ്. കൊടുക്കാനുള്ള പൈസ കൊടുത്തിട്ട് ബൾക്കായി കൂട്ടിക്കൊടുത്തു എന്ന് പറയരുത്. അല്ല, ഞാൻ പറയാം, കൃത്യമായി പറയാം. 2017 ഈ ഗവൺമെന്റ് 1100 രൂപയാക്കി. 2016 ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ പെൻഷൻ 600 നിന്ന് നേരെ 1000 രൂപയാക്കി. 2017 അത് 1100 രൂപയാക്കി. 2019 1200 രൂപയാക്കി. 2020 1400 ആക്കി. 2022 ആയപ്പോഴേക്കും അത് 1600 ആയി. അങ്ങക്ക് നിഷേധിക്കാൻ പറ്റുമോ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ 600 നിന്ന് 1600 രൂപയായി മാറിയെന്നും 5 വർഷം കൊണ്ട് 1000 രൂപയുടെ വർധനവ് ഒരു വ്യക്തിക്ക് ഉണ്ടായി എന്നുള്ളത് നിഷേധിക്കാൻ പറ്റില്ലല്ലോ. കാരണം അതൊരു യാഥാർത്ഥ്യമാണ്. കോവിഡ് കാലത്തെ പ്രതിസന്ധി 2020 1400 ആയിരുന്നു, അത് 1600 ആയി. വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അടുത്ത കാലത്ത് ഞങ്ങൾ 1000 രൂപ വർദ്ധിപ്പിച്ചു. 600 നിന്ന് 2016 600 നിന്ന് 2024 ആകുമ്പോഴേക്ക് 1600 രൂപയായി വർദ്ധിപ്പിച്ചു. സമ്മതിച്ചു, അത് വസ്തുതയാണല്ലോ, അതിനോട് തർക്കമൊന്നുമില്ല. പക്ഷേ 2016 കറണ്ട് ബില്ല് എത്രയായിരുന്നു? 2016 വെള്ളക്കരം എത്രയായിരുന്നു? 2016 1 കിലോ അരിക്ക് എത്ര രൂപ കൊടുക്കണമായിരുന്നു? 2016 പച്ചക്കറി വാങ്ങാൻ ഒരു മനുഷ്യന് എത്ര ചെലവാക്കണമായിരുന്നു എന്നുകൂടി ബന്ധിപ്പിച്ചിട്ട് ആലോചിച്ചാലേ ഞങ്ങളിപ്പോൾ 1000 രൂപ കൂട്ടിക്കൊടുത്തില്ലേ എന്ന് പറയുന്നതിന്റെ യുക്തി മനസ്സിലാവുള്ളൂ. അല്ല, അങ്ങ് കണക്ക് കൂട്ടണം. ഈ കേരളത്തിലെ ജനസംഖ്യയിൽ 6 പേരെ എടുത്താൽ അതിലൊരാൾക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്. 3.5 കോടിയാണ് ഈ കേരളത്തിന്റെ ജനസംഖ്യ. അതിൽ 67 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുകയാണ്. UDFന്റെ കാലത്ത് 7.5 വർഷം മുമ്പ് വെറും 32 ലക്ഷം പേർക്കാണ് പെൻഷൻ കൊടുത്തത്. അതിന്റെ ഇരട്ടിയിലധികം പെൻഷൻ കൊടുക്കുന്നുണ്ട്. ഞാനത് കൂടുതൽ ന്യായീകരിക്കുകയല്ല. അടുത്ത കാലത്തുണ്ടായിട്ടുള്ള പ്രതിസന്ധി എനിക്കും താങ്കൾക്കും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്കും എല്ലാം ബോധ്യമുണ്ട്. കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും പെൻഷൻ ഫണ്ട് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടും നാം പണം നന്നായി റോള് ചെയ്ത് കടമെടുത്ത് ആ കടം വിനിയോഗിച്ച് കൃത്യമായി കടം തിരിച്ചടച്ച് നന്നായി റോള് ചെയ്ത് പോയിക്കൊണ്ടിരുന്നതാണ്. എന്നാൽ കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും പെൻഷൻ ഫണ്ട് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടും പണം കണ്ടെത്തുമ്പോൾ അത് കേരളത്തിന്റെ പൊതുകടവുമായി വിലയിരുത്തി ആ കടമെടുക്കുന്ന തോതിൽ വലിയ കുറവ് വരുത്തി കേരളത്തെ മാത്രം ബാധിക്കുന്ന തരത്തിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് മാറ്റിയതിനെ നിഷേധിക്കാൻ നമുക്ക് കഴിയുമോ? കേന്ദ്ര ഗവൺമെന്റിന് കടമെടുക്കാൻ കഴിയുന്നതും സംസ്ഥാന ഗവൺമെന്റിന് കടമെടുക്കാൻ കഴിയുന്നതും GDPയുടെ 3%. എന്നാൽ കേന്ദ്രം കടമെടുക്കുന്നത് 6.8%. മറ്റ് അയൽവക്ക സംസ്ഥാനങ്ങൾ 4%, 4.5%, 5% കടമെടുക്കുമ്പോൾ കേരളത്തിന്റെ കടമെടുക്കാനുള്ള തോത് അനുവദിച്ചത് 3% ആണെങ്കിൽ അത് 2.5% വെട്ടിക്കുറച്ചു. എന്തേ മറ്റു സംസ്ഥാനങ്ങൾക്ക് വെട്ടിക്കുറയ്ക്കാത്തത്? അവിടെയും കിഫ്ബിക്ക് സമാനമായിട്ടുള്ള സംവിധാനങ്ങളില്ലേ ബഡ്ജറ്റിന് പുറത്ത് പണം കണ്ടെത്തുന്നത്? ഇപ്പൊ ദേശീയപാത അതോറിറ്റി ബഡ്ജറ്റിന് പുറത്ത് പണം കണ്ടെത്തുന്ന 12 ലക്ഷം കോടി രൂപ കടമുള്ള സംവിധാനമല്ലേ? ഒരുപാട് ചർച്ച ശരിയാണ്. NHAI വായ്പ എടുത്തിട്ടാണ് റോഡ് പണിയുന്നത്. NHAI വായ്പ എടുത്ത് റോഡ് പണിതിട്ട് എങ്ങനെയാണ് നമ്മൾ ആ റോഡിൽ കയറുക?
ടോൾ കൊടുത്തിട്ടില്ലേ? ഓരോ ടോൾ ഗേറ്റിലും ഇപ്പൊ എത്രയാ പൈസ? അപ്പൊ NHAI വായ്പ എടുത്ത് ഈ റോഡ് പണിതാൽ ആ റോഡ് പണിയുന്ന പണം, അതായത് വായ്പ എടുത്ത പണം NHAIക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിയും. അവരത് വായ്പയുടെ പലിശയായിട്ടും വായ്പയായിട്ടും തിരിച്ചടയ്ക്കും. അപ്പോൾ അവിടെ ആ പ്രശ്നം കഴിഞ്ഞു. ഈ പെൻഷൻ കമ്പനി നോക്കും, 35,154 കോടി രൂപ LDF സർക്കാർ 5 വർഷം കൊണ്ട് വിതരണം ചെയ്തെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അത് വളരെ ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് ആണല്ലോ. 35,154 കോടിയും ഈ സർക്കാരിന്റെ കാലത്തെ എമൗണ്ട് കൂടെ കൂട്ടി 59,112 കോടി രൂപ ക്ഷേമ പെൻഷനായി വിതരണം ചെയ്തു. ഇത് വായ്പ എടുത്ത് കൊടുത്താലുള്ള പ്രശ്നം നോക്കൂ. ഇത് ഒരു മൂലധന ചെലവല്ല. ഈ കടം എങ്ങനെ തിരിച്ചടയ്ക്കും? ഈ കടം ഇത് ഉൽപാദനപരമായിരുന്നെങ്കിൽ, പ്രൊഡക്റ്റീവായ ഒരു കാര്യത്തിനാണ് ആയിരുന്നുവെങ്കിൽ, അതായത് പൈസ ജനറേറ്റ് ചെയ്യുന്ന ഒരു കാര്യത്തിനായിരുന്നു ഈ കടം എടുത്തതെങ്കിൽ കടം എടുക്കുന്നത് ഓക്കെയാണ്. ഈ കടം എങ്ങനെ തിരിച്ചടയ്ക്കാനാണ് നിങ്ങളിങ്ങനെ എല്ലായിടത്തും കടം വാങ്ങിച്ചിട്ട് ഇപ്പോൾ 1,600 രൂപ കൊടുക്കാം, പിന്നെ 2,500 രൂപ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംവിധാനം എത്ര കാലം ഓടും? അതെ മിസ്റ്റർ അഭിലാഷ്, പശ്ചാത്തല വികസന രംഗത്തു പണം മുടക്കുന്നതിനെയും അതുപോലെ വികസന പ്രവർത്തനങ്ങൾക്ക് പണം കൊടുക്കുന്നതിനെയും ക്ഷേമ പദ്ധതികൾക്ക് പണം മുടക്കുന്നതും ഒരേപോലെ ഒരേ ത്രാസിൽ തൂക്കാൻ പാടില്ല. പശ്ചാത്തല വികസന രംഗത്ത് നമ്മൾ പണം മുടക്കിയാൽ ഭാവി വികസനത്തിന്റെ ഭാഗമായി ആ പണം തിരിച്ചു കിട്ടും. അതുപോലെ വികസന പദ്ധതികൾക്ക് കൊടുക്കുമ്പോഴും ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനായാലും തുറമുഖമായാലും വിമാനത്താവളമായാലും അത്തരത്തിൽ പണം തിരിച്ചു കിട്ടും. പക്ഷെ ഒരു ക്ഷേമ രാഷ്ട്രത്തിൽ ശരിക്കും പറഞ്ഞാൽ ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി പണം വിനിയോഗിച്ചാൽ അത് അത്തരത്തിൽ തന്നെ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെയല്ല നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ 1,600 രൂപ പെൻഷൻ 2 മാസത്തെ കുടിശ്ശികയായി 3,200 രൂപ ഒരു സാധാരണ കർഷക തൊഴിലാളിക്ക് കിട്ടിയാൽ അവൻ നേരെ മാർക്കറ്റിലേക്ക് പോകും. പച്ചക്കറി വാങ്ങിക്കും, പലവ്യഞ്ജനം വാങ്ങിക്കും, അതുപോലെ തന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും കളിപ്പാട്ടം വാങ്ങിക്കും. അങ്ങനെ അവൻ മാർക്കറ്റിൽ മുടക്കും. ശരിക്കും സാമ്പത്തികമായ ചംക്രമണം നന്നായിട്ട് നടക്കും. വിപണി ശരിക്കും അനങ്ങും. ഈ രാജ്യത്തെ സമ്പന്നരുടെ കയ്യിൽ പണം കിട്ടിയാൽ അത് അവിടെ ഇരിക്കുകയുള്ളൂ, ബാങ്കിലേക്ക് നിക്ഷേപിക്കുകയുള്ളൂ. സാധാരണക്കാരന്റെ കയ്യിൽ പണം കിട്ടിയാൽ ഈ സാമ്പത്തിക മാന്യത്തിന് ഏറ്റവും നിതാന്തമായിട്ടുള്ള മാറ്റം, പൂർണ്ണമായിട്ടുള്ള മാറ്റം വരികയും സമ്പദ് വ്യവസ്ഥ ചലിക്കുകയും അത് പണമായി തന്നെ തിരിച്ചു വരികയും അത്തരത്തിൽ ക്ഷേമരാഷ്ട്ര സങ്കല്പമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അത്തരത്തിൽ പണം മുടക്കാനുള്ള അവസരം നിഷേധിക്കുന്നു ഈ കേരളത്തിന് മാത്രം. അപ്പോൾ ആ മെയിൻ പ്രശ്നത്തെ അഡ്രസ് ചെയ്തുകൊണ്ട് മാത്രമേ ഉപവിഷയങ്ങളിലേക്ക് കടക്കാൻ കഴിയൂ. അതുകൂടി മാർക്കറ്റിൽ ഉറപ്പാക്കും. അതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളതാണ് CPM-ന്റെ ആംഗിൾ. ഇവിടെ